അഭിമന്യു സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭിമന്യു സ്മാരക ട്രസ്റ്റിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സ്മാരക ട്രസ്റ്റിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. സഖാക്കൾ പരമാവധി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സാമൂഹ്യ അകലം പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഭിമന്യു സ്മാരക ട്രസ്റ്റിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതായി സ്മാരക മന്ദിരത്തിന്റെ നാട മുറിച്ചുകൊണ്ട് അഭിമന്യു സ്മാരക മന്ദിരത്തെ ഈ നാടിനു വേണ്ടി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സമർപ്പിക്കുകയാണ്. സ്മാരക മന്ദിരത്തിന്റെ നാട മുറിച്ചുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അഭിമന്യു സ്മാരക മന്ദിരം ഈ നാടിനായി സമർപ്പിക്കുകയാണ്. അഭിമന്യു സ്മാരക മന്ദിരം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. മതവർഗീയവാദികളുടെ ഭിന്നിപ്പ് രാഷ്ട്രീയത്തിനെതിരെ വർഗീയത തുലയട്ടെ എന്ന് കോറിയിട്ടതിന് 2018 ജൂലൈ 2 ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ സഖാവ് അഭിമന്യുവിന്റെ ഹൃദയത്തിലേക്ക് കഠാര കുത്തിയിറക്കി. നിഷ്കളങ്കനായ ആ യുവ വിപ്ലവകാരിയുടെ അരുൾക്കൊലയിൽ കേരളമാകെ കണ്ണീർ വാർത്തതാണ്. വർഗീയതക്കെതിരെ സഖാവ് അഭിമന്യു സ്വീകരിച്ച നിലപാടുകളാണ് പോപ്പുലർ ഫ്രണ്ടിനെ പ്രകോപിപ്പിച്ചത്. വട്ടവട എന്ന ഗ്രാമത്തിൽ നിന്നും തന്റെ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളോട് സമരം ചെയ്ത് മഹാരാജാസിൽ പഠിക്കാനെത്തിയ അഭിമന്യു ഒരു സയന്റിസ്റ്റ് ആകാനാണ് ആഗ്രഹിച്ചത്. തന്റെ ഗ്രാമത്തിലെ പ്രശ്നങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച സഖാവ് മനുഷ്യന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്നും ആശങ്കപ്പെട്ടിട്ടുണ്ട്. വട്ടവടയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ലൈബ്രറി, അടിയന്തര വൈദ്യസഹായത്തിന് ഒരു ഹോസ്പിറ്റൽ തുടങ്ങി അഭിമന്യു നാടിനു വേണ്ടി കണ്ട സ്വപ്നങ്ങൾ പലതാണ്. ഒരിക്കൽ സഖാവ് ഫേസ്ബുക്കിൽ എഴുതിയ സ്വന്തം കാര്യം നോക്കാനാണെങ്കിൽ എനിക്ക് മറ്റു പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ചാൽ പോരെ എന്ന വാക്കുകൾ തന്റെ പ്രത്യയശാസ്ത്ര ബോധത്തിന്റെ അടിത്തറയാണ്. സഖാവ് അഭിമന്യുവിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറ്റി വരികയാണ് അവന്റെ പ്രസ്ഥാനം. അഭിമന്യുവിന്റെ നാട്ടിൽ അവൻ സ്വപ്നം കണ്ടതുപോലെയൊരു ലൈബ്രറി ഇന്ന് അവന്റെ പ്രസ്ഥാനം പടുത്തുയർത്തിയിട്ടുണ്ട്. ഒറ്റമുറി വീട്ടിലെ താമസത്തിൽ നിന്നും സൗകര്യമുള്ള ഒരു ഭവനത്തിലാണ് ഇന്ന് അഭിമന്യുവിന്റെ കുടുംബം. സഖാവിന്റെ സ്മരണ നിലനിർത്തുന്നതിനായുള്ള സ്മാരക മന്ദിരത്തിന്
CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ 2019 ജൂലൈ 2 കലൂരിൽ ശിലാസ്ഥാപനം നടത്തുകയുണ്ടായി. സ്മാരകത്തിനാവശ്യമായ സ്ഥലത്തിനും നിർമ്മാണത്തിനുമുള്ള തുക ഉദാരമനസ്കരായ ബഹുജനങ്ങളാണ് നൽകിയത്. അഭിമന്യുവിനെ പോലെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി പഠനത്തിനും തൊഴിൽ പരിശീലനത്തിനുമുള്ള കേന്ദ്രമായി മാറുന്ന സഖാവ് അഭിമന്യു സ്മാരക മന്ദിരം കലൂരിൽ ആരംഭിക്കുകയാണ്. വിപുലമായ ലൈബ്രറി, സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് ആധുനിക കോഴ്സുകളിൽ ഹ്രസ്വകാല പരിശീലനങ്ങൾ, മത്സര പരീക്ഷകൾക്ക് സഹായകമായ പരിശീലനം, മത്സര പരീക്ഷകൾക്കും തൊഴിൽ പരിശീലനത്തിനും എത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനുള്ള സൗകര്യം എന്നിവ ഈ അഭിമന്യു സ്മാരക മന്ദിരത്തിലുണ്ട്. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അഭിമന്യു സ്മാരക മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. സഖാവ് അഭിമന്യുവിനെ ഓർക്കുന്ന ഈ നിമിഷം ഒരിക്കൽ കൂടി നമുക്ക് ഉറക്കെ പറയാം: വർഗീയവാദികളെ, നിങ്ങളുടെ വെല്ലുവിളികളെ ഞങ്ങൾ നേരിടും, ഞങ്ങൾ അതിജീവിക്കും, പോരാട്ടം ഞങ്ങൾ തുടരും. വർഗീയത തുലയട്ടെ, വർഗീയത തുലയട്ടെ, വർഗീയത തുലയട്ടെ. കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. അധ്യക്ഷനായി അഭിമന്യു സ്മാരക ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് CN മോഹനനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി SFI എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് അമൽ സോഹനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുദീർഘമായ സംസാരത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ ഈ അഭിമന്യു സ്മാരക ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായിട്ടുള്ള സഖാവ് CN മോഹനാണ്. സഖാവിനെ ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് നവകേരളത്തിന്റെ ശില്പിയും കേരളത്തിന്റെ ഏറ്റവും ആദരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. സഖാവിനെ ഏറ്റവും ആവേശപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിന്റെ എഴുത്തുകാരൻ പ്രിയപ്പെട്ട പ്രൊഫസർ NK സാനുമാസ്റ്റർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സാനുമാഷിനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി സഖാവ് MM മണി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മണിയാശാനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള സഖാവ് P രാജീവ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഏറ്റവും ആവേശപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവ് KK ജയചന്ദ്രൻ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. സഖാവ് യാത്രാമധ്യേ ഉണ്ടായ ഒരു പ്രയാസം കാരണം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സഖാവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SFIയുടെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സഖാവ് VP സാനു ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചിയുടെ ബഹുമാനപ്പെട്ട മേയർ സഖാവ് M അനിൽകുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഗോപി കോട്ടമുറിക്കലും അതുപോലെ തന്നെ M സ്വരാജും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാക്കളെയും S ശർമ്മയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഖാവ് അഭിമന്യുയുടെ അച്ഛനും അമ്മയും മനോഹരനും ഭൂപതിയും ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. രണ്ടുപേരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ അഭിവാദിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി അഭിമന്യു സ്മാരക ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് CN മോഹനനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി, വേദിയിലുള്ള ആദരണീയരായ നേതാക്കളെ, സഖാവിന്റെ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സഹാക്കളെ, നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന സഖാവ് അഭിമന്യുവിന്റെ ജീവിതം സംബന്ധിച്ച് ഇവിടെ മുമ്പ് വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. 2018 ജൂലൈ മാസം 2 അർദ്ധരാത്രിയിൽ ഒരു കനത്ത പേമാരി പോലത്തെ മഴയുടെ സമയത്താണ് ആ നടുക്കുന്ന സംഭവം ഉണ്ടായത്. നമ്മുടെ കേരളത്തിന് പുറത്തുമുള്ള മലയാളികളും അല്ലാത്തവരും
സഖാവ് അഭിമന്യുവിന്റെ വേർപാടിൽ കരയാത്തവരില്ല. അത് എറണാകുളം പട്ടണം കേരളമാകെ തന്നെ തേങ്ങി കരഞ്ഞതാണ്. അഭിമന്യു വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ സമരത്തിൽ വർഗീയവാദം തുലയട്ടെ എന്ന് ആവർത്തിച്ച് എഴുതി വെച്ചപ്പോൾ SDPIയുടെ കൊലയാളി സംഘം അത് വീണ്ടും വീണ്ടും മാറ്റപ്പോ അത് ആവർത്തിച്ച് വർഗീയത തുലയട്ടെ എന്ന് എഴുതിയതാണ് സഖാവ് അഭിമന്യുവിനോട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണം. അഭിമന്യുവിന്റെ വേർപാട് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നമുക്ക് എല്ലാവർക്കും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ശക്തി സ്രോതസ്സായി ആ രക്തസാക്ഷിത്വം മാറുകയുണ്ടായിരുന്നു. അങ്ങനെ അഭിമന്യുവിന് നമ്മുടെ കേരളത്തിൽ നമുക്ക് ഏവർക്കും മറക്കാനാവാത്തൊരു സ്മാരകം നിർമ്മിക്കണം എന്നതിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം ജില്ലയ്ക്കകത്ത് എറണാകുളത്തെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾ, തൊഴിലാളികൾ, സാധാരണക്കാരായ ആൾക്കാർ, വിദ്യാർത്ഥികൾ അവരെല്ലാം കൂടി ശേഖരിച്ചിട്ടുള്ള തുകയും നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ ഓൺലൈനായി നമുക്ക് അയച്ചു തന്ന ഒരു തുകയും കൂട്ടിയതിനു ശേഷം ഏതാണ്ട് 2.25 കോടി രൂപയാണ് അഭിമന്യു സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ ഫണ്ടിലേക്ക് കിട്ടിയത്. എന്നാൽ നമുക്ക് ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ തന്നെ ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രത്യേകമായി അതിന് ഈ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ അടക്കം കേരളത്തിലെ ഗവൺമെന്റ് ഒഴിവാക്കി തരികയുണ്ടായി. അങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ 10-15 ലക്ഷം രൂപയുടെ ഒരു നമുക്ക് സാവകാശം അല്ലെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കി കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഈ കെട്ടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം ഈ സ്ഥലത്തിന്റെ വില ഉൾപ്പെടെ ആ സ്ഥലത്തിന്റെ ഉൾപ്പെടെ 2.25 കോടി രൂപ നമുക്ക് ചെലവഴിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ CPIM നേരത്തെ പിരിച്ചു പണം കൂടാതെ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി പണം പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നൽകി. അതുകൊണ്ടാണ് നമുക്ക് ഈ പണി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പട്ടികവർഗത്തിലും പട്ടികജാതിയിലും പെട്ട കുട്ടികൾക്ക് എറണാകുളത്ത് വന്ന് ഒരു പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഒരു ക്രാഷ് കോഴ്സിന് ചേരാനോ ആവശ്യമായിട്ടുള്ള സൗകര്യം, അവർക്ക് വന്ന് താമസിക്കുന്നതിന് വേണ്ടി പണം മുടക്കാതെ താമസിക്കാൻ ആവശ്യമായ സംവിധാനം, അവർക്ക് റെഫർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈബ്രറി, അവർക്ക് അവരുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് അവർ താമസിക്കുന്നതിനുള്ള സൗകര്യം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട പല കോഴ്സുകളും ഇവിടെ ആരംഭിക്കാൻ വേണ്ടി ആ കോഴ്സുകൾ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റേ ക്ലാസ് മുറികൾ, നല്ലൊരു ലൈബ്രറി, താമസിക്കാനുള്ള സൗകര്യം എല്ലാം അടങ്ങുന്ന ഇതിന്റെ മുകളിൽ 2 നില നമുക്ക് ഇതിന് ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ തന്നെ ബിൽറ്റപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ 4000 ചില്ലുവാനും സ്ക്വയർ ഫീറ്റ് നമുക്ക് എല്ലാം അത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ വീണ്ടും ഒരു ഭാഗം കൂടി നമ്മൾ പ്രസവം ചേഞ്ചിന് പൂർത്തിയാക്കാൻ ആലോചിക്കുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അവർക്ക് ഏത് സന്ദർഭത്തിലും ഇവിടെ താമസിക്കാനും പഠിക്കാനും അവർ റെഫറൻസിനായിട്ട് ലൈബ്രറി ഉപയോഗിക്കാനും ഒക്കെ കഴിയത്തക്ക നിലയിൽ കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സഖാവ് അഭിമന്യുവിന്റെ സ്മാരകമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഈ നാട്ടിൽ നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ മാസം 2019 ജൂലൈ മാസം 2-ാം തീയതിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ഇതിന് ശിലപാകിയത്. കോവിഡ് പ്രശ്നം മൂലമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുമ്പേ അത് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി വേണം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. പിണറായി അദ്ദേഹത്തിന്റെ പൊതുപരിപാടികൾ ഏറ്റെടുത്ത ഉടനെ അതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് സമ്മതം നൽകുകയുണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചു, ശില മാറ്റുകയും ഒപ്പം തന്നെ ശില അനാച്ഛാദനം ചെയ്യുകയും ഇവിടെ നാടകുറിച്ച് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലും ഇന്ത്യക്കകത്തും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താനും ഉശിരന്മാരായിട്ടുള്ള രക്തസാക്ഷികളുടെയും ഉശിരന്മാരായിട്ടുള്ള പോരാളികളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും എല്ലാം ആ പോരാട്ടത്തിന്റെ ഒരു കേന്ദ്രമായി ഈ കേന്ദ്രത്തെ, ഈ സ്മാരകത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ നിശ്ചയദാർഢ്യത്തോടുകൂടി നമുക്കെല്ലാം പ്രവർത്തിക്കാൻ കഴിയണം എന്ന് മാത്രം ചുരുക്കി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞെങ്കിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ആദരണീയനായ കേരളത്തിന്റെ ജനനായകനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, സഖാവ് അഭിമന്യു സ്മാരക മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. അഭിമന്യു കേരളത്തിലെ മാത്രമല്ല കേരളത്തിന് പുറത്തും അനേക ലക്ഷം കുടുംബങ്ങളുടെ
ഒരു അംഗത്തെ പോലെ കരുതുന്ന മഹാനായ രക്തസാക്ഷിയാണ്. ഇവിടെ അഭിമന്യുവിനെ കുറിച്ച് തുടക്കത്തിൽ പറയുകയുണ്ടായി. വളരെ ചെറുപ്രായത്തിൽ വലിയ തോതിലുള്ള അർപ്പണബോധത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഏതിനെല്ലാം എതിരെയുള്ള നിലപാട് സ്വീകരിക്കണോ, എന്തിനെ എതിർക്കണമോ ആ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തോടെ ഒരു പോരാളിയായി ജീവിച്ചവനാണ് അഭിമന്യു. അതുകൊണ്ട് തന്നെയാണ് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത്. വർഗീയ ശക്തികൾക്ക് അവരുടേതായ രീതികളുണ്ട് എന്ന് നമുക്കറിയാം. അത് SDP ആയാലും അതിൻ്റെ മറുരൂപമായ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായ RSS ആയാലും ഇതിനെല്ലാം ഒരേ രീതി ഉണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. വർഗീയതയുടെ ലക്ഷ്യം ജനങ്ങളുടെ ഐക്യം ഇല്ലാതാക്കലാണ്. അതേസമയം അവരുടെ നീക്കത്തെ, തെറ്റായ നീക്കത്തെ ചോദ്യം ചെയ്യുന്നവരെ അവർക്ക് നിലപാടുകളിലൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ നിഷ്കാസനം ചെയ്യുന്നതിന് ഒട്ടും മതിയില്ല. അത് യാദൃശ്ചികമായി ഒരു ബഹളത്തിൽ സംഭവിക്കുന്നതല്ല. നേരത്തെ തന്നെ അതിനാവശ്യമായ പരിശീലനങ്ങളുണ്ട്. പരിശീലനത്തിലൂടെ എങ്ങനെ ഒരാളെ നിഷ്കാസനം ചെയ്യാം എന്നതിൽ പ്രാവീണ്യം നേടുന്നു. ഇവിടെ പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് ജനമധ്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാം, തങ്ങളുടെ ആശയങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനങ്ങളൊക്കെയാണ് പൊതുവെ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുക. എന്നാൽ ഇത്തരം സംഘടനകൾക്ക് ആളെ എങ്ങനെ എളുപ്പത്തിൽ ഇല്ലാതാക്കാം, ഒറ്റക്കുത്തിന് ഒരു മനുഷ്യന്റെ ജീവൻ എങ്ങനെ എടുക്കാം, ഇത്തരത്തിലുള്ള പരിശീലനങ്ങളാണ് ഇതിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട് ഈ വർഗീയ ശക്തികൾക്ക് കീഴടങ്ങുന്നൊരു നാടല്ല. ഇത്തരം വർഗീയ ശക്തികൾ അഭിമന്യുവിനെ പോലെ ഒട്ടേറെ ചെറുപ്പക്കാരുടെ
ജീവൻ കവർന്നിട്ടുണ്ട്, ജീവൻ കവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ അവരുദ്ദേശിക്കുന്നത് ഈ ആശയം ആരെയാണോ അവർ ആക്രമിക്കുന്നത് ആ ആക്രമണത്തിന് വിധേയരായവർ ഉയർത്തിപ്പിടിച്ച അഭിമന്യുവിനെ പോലുള്ള രക്തസാക്ഷികൾ ഉയർത്തിപ്പിടിച്ച ആശയം ഇല്ലാതാക്കാം, അതിന് പിന്നിൽ അണിനിരക്കുന്നവരെ ദുർബലപ്പെടുത്താം, വലിയ തോതിലുള്ള തളർച്ച അത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കാം. അതിലൂടെ മതനിരപേക്ഷതയെ ക്ഷീണിപ്പിക്കുക, തങ്ങളുടെ വർഗീയത ശക്തിപ്പെടുത്താം. ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ അനുഭവം അവർ ഉദ്ദേശിച്ചതുപോലെയല്ല. വർഗീയ ശക്തികള് നമ്മുടെ നാട്ടിൽ അവരാഗ്രഹിക്കുന്നത് പോലെ വലിയ തോതിൽ വളർന്നു വരികയല്ല ചെയ്യുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാനോ ദുർബലപ്പെടുത്താനോ അവർക്ക് കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അഭിമന്യു ഒരു കുടുംബത്തിന്റെ സർവപ്രതീക്ഷയും അർപ്പിച്ച ഒരു മകനായിരുന്നു. അത്തരമൊരു കുഞ്ഞിനെയാണ് ഇളം പ്രായത്തിൽ ഇല്ലാതാക്കാൻ ഈ വിധ്വംസക ശക്തികൾക്ക് സാധിച്ചത്. പക്ഷേ അവരും അവരെ പോലുള്ളവരും കാണേണ്ടത് അഭിമന്യു എന്നത് നേരത്തെ ഇവിടെ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട മകൻ മാത്രമല്ല, അതുപോലുള്ള അനേക ലക്ഷം കുടുംബങ്ങളുടെ മകനും സഹോദരനും എല്ലാമായി ഈ കഴിഞ്ഞ 2018 ജൂലൈ 2 അഭിമന്യു മാറി ഉയർന്നു എന്നത് അത്തരം ശക്തികൾ മനസ്സിലാക്കുകയാണ്. അവരുദ്ദേശിച്ചത് ഒരു കൊലയിലൂടെ ക്ഷീണിപ്പിക്കലാണെങ്കിൽ ആ ക്ഷീണിക്കലിന് പകരം കൂടുതൽ കരുത്തോടെ വർഗീയതയ്ക്കെതിരെ പോരാടും എന്ന പ്രതിജ്ഞയാണ് അഭിമന്യുവിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും, വിദ്യാർത്ഥികളും യുവജനങ്ങളും പ്രായമുള്ളവരും പ്രായവ്യത്യാസമില്ലേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടങ്ങളിലുമുള്ളവർ എടുത്തത് എന്നത് നാം പ്രത്യേകം കാണേണ്ടതാണ്. ഇതാണ് ഇത്തരം ശക്തികൾക്കെതിരെയുള്ള ശരിയായ നിലപാട്. വർഗീയത അത് SDPI പോലുള്ളതായാലും ഭൂരിപക്ഷ മേഖലയിലുള്ള RSSനെ പോലുള്ളതായാലും അവർക്ക് നാടിന്റെ ഐക്യം, നാട്ടുകാരുടെ ഒരുമ ഇല്ലാതാക്കലാണ് ഉദ്ദേശം. വലിയ തോതിൽ ചേരി പിരിച്ചു നിർത്തുക, തമ്മിലടിപ്പിക്കുക, വർഗീയ സംഘർഷം വളർത്തുക, എല്ലാ കാര്യങ്ങളെയും വർഗീയമായി കാണുക, ഉന്നതമായ മാനവിക ബോധമൊന്നും അവരെ അലട്ടുന്നില്ല. ഇവിടെ SFI വിദ്യാർത്ഥികൾ
സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നു, ജനാധിപത്യം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നു. അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ല. അവർക്ക് അവരുടേതായ ലോകമാണ്. ആ ലോകം വളരെ സങ്കുചിതമായതാണ്. ആ ലോകത്തിനകത്ത് മറ്റുള്ളവർക്ക് സ്ഥാനമില്ല. ഇവിടെ ജീവിക്കുന്ന പലതരം വിശ്വാസികളുണ്ട്, ഒരു വിശ്വാസവും ഇല്ലാത്തവരുണ്ട്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമ്മുടെ രാജ്യം. നാം അംഗീകരിച്ച മതനിരപേക്ഷതയുടെ പ്രത്യേകത തന്നെ ഏത് മതത്തിലും വിശ്വസിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാതെയും ജീവിക്കാം. എല്ലാവർക്കും തുല്യാവകാശം. ഇത് നമ്മുടെ ഭരണഘടന വാഗ്ദത്തം ചെയ്യുന്നതാണ്. എന്നാൽ അതില്ലാതാക്കാനുള്ള ശ്രമം വലിയ തോതിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്താകെ നടക്കുന്നു. സ്വാഭാവികമായും അതിനിരയാകുന്നതിൽ ഒരു ഭാഗം നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. അതിൽ മുസ്ലിം ജനവിഭാഗം വലിയ തോതിൽ പെടുന്നു. സ്വാഭാവികമാണ് ആ അക്രമത്തിനെതിരെയുള്ള വികാരം ഉയർന്നു വരുന്നത്. പക്ഷേ എങ്ങനെയാണ് സംഘപരിവാറിനെ പോലുള്ള വിധ്വംസക ശക്തികൾ ഉയർത്തുന്ന വർഗീയതയെയും അതിൻ്റെ ഭാഗമായുള്ള ആപത്തുകളെയും നേരിടാനാവുക? അതിൽ കാണേണ്ടത് അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗം പ്രത്യേകമായി സംഘടിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ തയ്യാറായാൽ അത് കൃത്യമായ മറുപടിയാകില്ല. കൃത്യമായ മറുപടിയാകില്ല എന്ന് പറഞ്ഞാൽ ഈ വർഗീയ ശക്തിയെ തളർത്താനല്ല അത് ഉപകരിക്കുക. ആ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കൂടുതൽ വളമിട്ട് കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഈ പറയുന്നതിനെ വർഗീയമായി നേരിടാൻ തയ്യാറായാൽ ന്യൂനപക്ഷ വർഗീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നാം എപ്പോഴും ഈ രണ്ട് വർഗീയതയും പരസ്പര പൂരകമാണ് എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നിന് വളമാണ്. എങ്ങനെ നേരിടും? വർഗീയതയെ മതനിരപേക്ഷമായി മാത്രമേ നേരിടാൻ പറ്റൂ. സംഘപരിവാർ ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ വെല്ലുവിളികളെ ന്യൂനപക്ഷം പ്രത്യേകമായി സംഘടിച്ച് നേരിടുക എന്നത് തീർത്തും മൗഢ്യമായ കാര്യമാണ്. അവരെ നമ്മുടെ രാജ്യത്തിലെ മതനിരപേക്ഷ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ നേരിടാനാവൂ. ആ നേരിടലിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് രാജ്യത്ത് വർഗീയതയെ ഏത് കൂട്ടരാണ് ശരിയായ രീതിയിൽ നേരിടുന്നത്? അതും നാം അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ കുറച്ചു നാളെയായുള്ളൂ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട്. അതില് മേയർ ഇവിടെ ഇരിക്കുകയാണല്ലോ, ഒരു ദിവസമോ അല്ലേ ആയിരുന്നു ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അപ്പൊ ഏറ്റവും അടുത്ത് നടന്ന ആ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം എന്താണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിരിട്ടവര് എല്ലാവരും തർക്കത്തിലാണ്. ഓരോന്നിനകത്തും തർക്കമാണ്. ആ തർക്കം കോൺഗ്രസിനുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്, UDF-നുണ്ട്. പല കാര്യങ്ങളിലും അവരോട് ഒത്തുചേർന്ന്
ചിലയിടങ്ങളിൽ ഒരേ മനസ്സോടെ നിന്ന് പ്രവർത്തിച്ച BJPക്കുമുണ്ട്. എന്തേത് അടിസ്ഥാനം? നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളിൽ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഒരു വലിയ പാർട്ടിയാണ്. പക്ഷെ ആ വലിയ പാർട്ടി ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്താണ്? ഈ വർഗീയതയെ ശരിയായ രീതിയിൽ നേരിടാൻ അവർക്ക് കഴിയുന്നുണ്ടോ? അവരുയർത്തുന്ന വെല്ലുവിളികളെ അതേ രീതിയിൽ നേരിടാനാവുന്നുണ്ടോ? പലപ്പോഴും അതുമായി സമരസപ്പെട്ടു പോകുന്നത് നാം കാണുന്നു. സമരസപ്പെടുക മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ അവർക്ക് സഹായകരമാകുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് നാം കാണുന്നു. വിവിധ ഘട്ടങ്ങളിൽ നാം അത് കണ്ടതാണ്. ഒരു വിശദമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ വിശദമായി കടക്കത്തില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവമാണത്. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഏറെക്കുറെ ശരിയായ ഒരു നിലപാട് സ്വീകരിച്ചു. അത് സാധാരണഗതിയിൽ രാജ്യത്തിന് ആപത്ത് വരുത്തി വെക്കുന്ന വർഗീയ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ജനവിഭാഗം തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടാൻ പാടില്ല, കൂട്ടുകെട്ടുണ്ടാക്കാൻ പാടില്ല എന്നായിരുന്നു. എന്തേ ചെയ്തത്? ഇവിടെ UDF ഒരു പുതിയ കൺവീനർ വന്നു. ആ കൺവീനർ ആദ്യം പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടുത്താണ്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായാണ് ചർച്ച. അതിനുശേഷം അദ്ദേഹം മാത്രമല്ല, കോൺഗ്രസിലെ ഒട്ടേറെ നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോ ദുർബലമായ സ്വരത്തിലാണെങ്കിലും നേരത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായൊക്കെ ഇരുന്ന ആളാണല്ലോ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. രാഷ്ട്രീയമായി മാത്രമല്ല, ഔദ്യോഗികമായി തന്നെ പല വിവരങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അന്ന് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹം ദുർബലമായ സ്വരത്തിലാണെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചു. എന്നാൽ ആ ശബ്ദത്തിലൊന്നും ഉറച്ചു നിന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം.